നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. SFI സംസ്ഥാന സെക്രട്ടറിയും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയുമായ PM ആർഷോയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ 2 ദിവസവുമായി പുകയുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും പല വാദങ്ങളും ഉയർന്നു. ഇന്നലെ ആർഷോ ഞാൻ പഠിക്കുന്ന ബാച്ചിൻ്റെ റിസൾട്ട് അല്ലാതെന്നും മറ്റൊരു ബാച്ചിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ തൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ പ്രിൻസിപ്പൽ ഇന്ന് രാവിലെ പറഞ്ഞത് അങ്ങനെയല്ല, ആർഷോ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതാണ്. പിന്നീട് ആർഷോ വീണ്ടും വാദത്തിൽ തന്നെ നിന്നു. താൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടില്ല എന്ന വാദത്തിൽ തന്നെ. പിന്നീട് പ്രിൻസിപ്പലും കോളേജ് അധികൃതരും ആ വാദം തിരുത്തി. അങ്ങനെ ഫീസ് അടച്ചിട്ടില്ല എന്നതും ആർഷോ പറയുന്നത് ശരിയാണ് എന്ന വാദത്തിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും ഈ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആർഷോയുടെ വാദങ്ങൾ ശരിയോ എന്നുള്ളതാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 100. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ രവീന്ദ്രനാണ്. രവീന്ദ്രൻ, താങ്കൾ ഇന്നലെ മുതൽ വന്ന വാർത്തകളും അതോടൊപ്പം തന്നെ ആർഷോ ഉന്നയിച്ച വാദങ്ങളൊപ്പം പ്രിൻസിപ്പൽ ആദ്യം പറഞ്ഞതും പിന്നീട് മാറ്റി പറഞ്ഞതും ഒക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം? ഞങ്ങൾ ആദ്യം മുതലേ ഈ വാർത്ത വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടും കേട്ടുകൊണ്ടായിരിക്കുന്നത്. കാരണം ഈ ജെയ്സി തോമസ്, SK, നമ്മുടെ വൈശാഖൻ, ഒരു ലാല്, പിന്നെ ഈ ഷിജു ഖാൻ, ഇവരുടെ എല്ലാ ചർച്ചകളും നിങ്ങളുടെ ഈ ചാനൽ ചർച്ചകളിൽ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് കേൾക്കാറുണ്ട്. ഇവര് എന്തായാലും ഇതൊക്കെ മുൻഗാമിയാണല്ലോ ഈ പുള്ളി, ഇവരൊക്കെ. അപ്പൊ ഇവർ ഈ ചർച്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാലും വായെടുത്ത നുണയേ വരുള്ളൂ. ഒന്ന്. രണ്ടാമത് ദാസ്യം. അല്ലെങ്കിൽ ഇവര് ഈ ആങ്കറോടും അല്ലെങ്കിൽ കൂടെയുള്ള പാനലിസ്റ്റിനോടും ഇവര് കാണിക്കുന്ന ആ ദാസ്യം നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ പോലും. അപ്പൊ ഇവർക്ക് ആധിപത്യമുള്ള കോളേജുകളിൽ ഇവരെന്തൊക്കെ കാണിച്ചു കൊടുക്കും. ഇവര് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തും. മറ്റുള്ള ഏത് ഈ ഇതില് തിരിച്ചല്ലേ സംഭവിച്ചിരിക്കുന്നത്? പ്രിൻസിപ്പലിലെ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായിട്ട് കൂടി പ്രിൻസിപ്പലിലെ ആദ്യഘട്ടത്തിൽ വന്ന് പരസ്യമായി വേണ്ടത്ര പരിശോധനകൾ കൂടാതെ കള്ളം പറഞ്ഞത്. സാറേ ഇതിന്റെ പരിസമാപ്തി കണ്ടോട്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകും അത് നമുക്കറിയാം. ഇപ്പം വരെയുള്ള കാര്യങ്ങളാണ് അറിയാവുന്നത്. പരിസമാപ്തി നമുക്ക് പ്രവചിക്കാനാവില്ലല്ലോ എങ്ങനെയാവുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്കിതിനു മുമ്പ് എത്രയോ കാര്യങ്ങളുള്ള പരീക്ഷ എഴുതാത്ത പുള്ളിയാണല്ലോ ഇപ്പം ഇതായത്. ശരി, ജയിച്ചു എന്നല്ലേ വരുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ വാർത്ത ഇന്നലെ മുതൽ ഉണ്ടായ വാർത്തകളും അത് വിവിധ തരത്തിലേക്ക് മാറിയതുമെല്ലാം താങ്കൾ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ നിലപാട്? സാറെ കേൾക്കാമോ? കേൾക്കാമല്ലോ, പറഞ്ഞു. സത്യത്തിൽ കേരളം ഭരിക്കുന്നത് അവരല്ലേ സാർ? കേരളത്തിൽ അവരെന്ത് ചെയ്താലും അത് കുറ്റം ഇല്ലാതെ തേച്ചു മാച്ചു കളയും, അത് യാതൊരു സംശയവും. ഈ ആർഷോ പറയുന്നതിൽ യാതൊരു കയമ്പും ഇല്ല. ഇവർ ഇത്തരത്തിലുള്ള പണികളെ ചെയ്യും. പക്ഷേ ഈ ആർഷോ പറഞ്ഞ വാദം ഇപ്പോൾ പ്രിൻസിപ്പൽ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അവിടെ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വാദം പ്രിൻസിപ്പലും കോളേജ് അധികൃതരും അംഗീകരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആരുടെ കയ്യിലാ? കേരളം ഭരിക്കുന്നതാരാ? പക്ഷേ ഫീസ് അടച്ച രേഖകളൊക്കെ അങ്ങനെ മാറ്റാൻ കഴിയുമോ? അദ്ദേഹത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുന്ന അന്വേഷണം ശരിക്കും അന്വേഷിച്ചാലിന്റെ ഉത്തരം കിട്ടും. പ്രിൻസിപ്പാളിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയാണ്. അത് ഇവരുടെ സ്വഭാവം അതാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ഭയപ്പെടുന്നവരെ കീഴ്പ്പെടും, ഭയപ്പെടാത്ത ധീരന്മാർ കീഴ്പ്പെടൂല. സെൻകുമാറിനെ പോലെ ആളുകൾ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ഇന്നലെ നമ്മളെ കണ്ടല്ല വിഷയം. ഇവരെന്താ പറയാ, പുറം സ്റ്റേറ്റിലാണെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ വിലക്കാണ്, BJP തടയിടുന്നു, അങ്ങനെയാക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യമില്ല. ഈ വിഷയവുമായി ബന്ധമില്ല. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. സോറി, രവീന്ദ്രനല്ല, ക്ഷമിക്കണം, രാജീവനാണ്. ശ്രീ രാജീവൻ, താങ്കൾക്ക് അഭിപ്രായം പറയാം. ഹലോ. അഭിപ്രായം നേരത്തെ 1-2 പേരുടെ അഭിപ്രായം കേട്ടു. അതായത് BJP-ക്കാരുടെയും പിന്നെ ഒക്കെയാണ് എന്നാ പറഞ്ഞത്. പിന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലോ. ഇവർക്കൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? SFI ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ആ സംഘടനയെ തകർക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആർഷോക്കെതിരെ പിന്നെ വന്നിട്ടുള്ള ഈ ആരോപണം. ആർഷോ പറഞ്ഞല്ലോ വളരെ കറക്റ്റായിട്ട്. ഇന്നലെ മുതലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ എഴുതാത്ത പരീക്ഷ എന്നെ ആര് ജയിപ്പിച്ചു, അദ്ദേഹം രജിസ്റ്റർ ചെയ്യാത്ത പരീക്ഷയിൽ എങ്ങനെ അദ്ദേഹത്തെ ജയിപ്പിച്ചു,
അപ്പൊ ഇതിന്റെ പിന്നില് ഈ മഹാരാജാസ് കോളേജിലായാലും എവിടെയായാലും കുറച്ച് RSSകാരും കുറച്ച് BJPക്കാരും കുറച്ച് കോൺഗ്രസ്സുകാരും ഒക്കെ ഉദ്യോഗസ്ഥരായ RSSകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ ചേർന്നാലും ഈ സംവിധാനം, ഈ സർക്കാർ സംവിധാനം ഭരിക്കുന്നത് സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടക്കം വലിയ വീഴ്ച കൂടിയല്ലേ. പരീക്ഷ എഴുതാത്ത ആൾ, ഇപ്പോൾ ഈ വിഷയത്തിൽ ആർഷോയുടെ വാദം ശരിയായിരിക്കും, പക്ഷേ പരീക്ഷ എഴുതാത്ത ഒരാളുടെ പേര് ആ മാർക്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്നു. ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ അത് NICയുടെ സാങ്കേതിക പിഴവെന്നൊക്കെ പറയുമ്പോൾ ഇത് വന്നിട്ട് തന്നെ മാസങ്ങളായി എന്ന് പറയുന്നു. അപ്പോൾ ഈ സംവിധാനം, ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ ഭരണത്തിൽ ഗൗരവമായ പിഴവുണ്ട് എന്ന് കൂടിയല്ലേ വ്യക്തമാക്കുന്നത്. സാങ്കേതികമായ ഒരു എററാണ് എന്ന് പിന്നെ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ. ഒരാളെ മാത്രമല്ല, ചില എനിക്ക് മുന്നേ സംസാരിച്ച ആളൊക്കെ പറയാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചർച്ചയെ കൊണ്ടുവന്ന് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കേട്ടോ. ചിരി വരികയാണ്. ഇവരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഗവൺമെന്റിനെ ഇല്ലാതാക്കുക. ഗവൺമെന്റ് എന്ത് ചെയ്യാനാണ്? ഒരു ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാല് ആ ടെക്നിക്കൽ എറർ എങ്ങനെ ഉണ്ടായി എന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കണം എന്ന് തന്നെയാണല്ലോ ആർഷോയും പറയുന്നത്. അതെ, ആർഷോയും പറയുന്ന വാദം തന്നെയാണ്. പക്ഷേ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ആദ്യം പറഞ്ഞ വാദം അങ്ങനെ ആയിരുന്നില്ല, ആ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു. വേണ്ട പരിശോധനകൾ നടക്കുന്നില്ല. എന്തായാലും അത്തരം ടെക്നിക്കൽ എററുകളൊക്കെ മാസങ്ങളായി വന്ന് കിടക്കുന്നത് അറിയാതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോകുന്നുണ്ട് എന്നതുകൂടിയുണ്ട്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കണ്ണദാസനാണ് പാലക്കാട് നിന്നും. ശ്രീ കണ്ണദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പാകിസ്ഥാനിലെ ജനിച്ചു വളർന്ന ഹലോ ഉറക്കെ പറയൂ. പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന അബ്ദുൽ കലാം ആസാദിന് ശേഷമായി ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അബ്ദുൽ കലാം ആസാദ്. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. താങ്കൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കുന്നില്ല. കേൾക്കാം. അടുത്തത് ജോസുകുട്ടിയാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ ജോസുകുട്ടി, താങ്കൾ ഈ ആർഷോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അത് പലതരത്തിലേക്ക് മാറിയതും ഒടുവിൽ പ്രിൻസിപ്പൽ തന്നെ ആർഷോയുടെ വാദങ്ങൾ അംഗീകരിച്ചതും അപ്പോഴും വിവാദം നിലനിൽക്കുന്നതുമെല്ലാം താങ്കൾ കണ്ടു കാണും, അല്ലെങ്കിൽ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇതിനകത്ത് പറഞ്ഞ ഇപ്പൊ തന്നെ ഒരു CPM പറഞ്ഞ കേട്ടോ, കോൺഗ്രസും BJP ഈ കുഴപ്പമില്ലാണ്. എന്താ സാറേ പറയുന്നത്? ഇതിന്റെ പൊട്ടറാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങള്. പണ്ട് പൊട്ടന്മാരാ, ഇനിയിപ്പോ പൊട്ടന്മാരല്ല, അത്യാവശ്യം വിവരമൊക്കെ ഉള്ളവരാ. എല്ലാ തെമ്മാടിത്തരങ്ങളും കോന്നിയാസവും എല്ലാം കാണിച്ചു വെച്ചിട്ട് മറ്റുള്ള പാർട്ടിക്കാരുടെ മുഖത്തോട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഇത് എന്നാന്നറിയാം, ഇവർ ഈ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തപ്പോ അതിനെ ഈ 7:30 മുതൽ ഉള്ള ചാനൽ ചർച്ച ന്യായീകരിക്കാൻ SIPയുടെ DYPയുടെ കുറച്ച് അവതാരകന്മാരും കൂടെ വന്നിട്ടുണ്ട്. 24 അതുപോലെ മീഡിയ വൺ, ഇങ്ങനെ കുറെ അവതാരങ്ങളെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഈ DYP FIക്കാരും പിള്ളേരാ. ഇവന്മാർക്ക് ഒത്താശ ചെയ്ത് കൊടുത്താണ് ഈ ചർച്ചകള് അനുകൂലമാക്കി കൊണ്ടുപോയിക്കൊണ്ട് ഇത് പിഴച്ചുപോയി. JNUവിലൊക്കെ ചെല്ലട്ടെ, ഇവന്മാരെ തെമ്മാരത്തിനും കൂടി അടിമേടിച്ച് കെട്ടുന്നുണ്ടോ? സ്വന്തം CPIയുടെ പോഷക സംഘടന വരെ ഓടിച്ചിട്ട് ചവിട്ടും നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? ഇതൊക്കെ ചാനൽ ചർച്ച ഇവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒറ്റ കുഴപ്പമാണ് ഈ പാർട്ടി. ശരി, ചാനൽ ചർച്ചകളൊന്നുമല്ലല്ലോ ലോകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും ചാനൽ ചർച്ചകൾ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. മറ്റൊരു പ്രഷറുണ്ട്, കൊല്ലത്തൊന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. സാറേ, ഞാൻ പറഞ്ഞിട്ട് പുള്ളിയെ ചെയ്തത് തെറ്റാണ്. പുള്ളിയെ 2-3 വർഷത്തേക്ക് പിടിച്ചകത്തിടണം. പക്ഷേ ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു വലിയൊരു നേതാവുണ്ട്. ആ നേതാവ് വേണ്ട MA MA ഒക്കെ പാസ്സായതാ. പക്ഷേ രാഹുൽ ഗാന്ധി പിന്നെ പാർലമെന്റിൽ ചോദിച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണം, അതിന്റെ മാർക്ക് ഷീറ്റ് ഒക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് താങ്കൾ പലപ്പോഴും അഭിപ്രായം പറയാൻ വിളിക്കുമ്പോൾ പറയുന്നതാണ് ഓരോ ദിവസവും ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് എന്താ അഭിപ്രായം വേണമെങ്കിലും പറയാം. എന്റെ അഭിപ്രായം ഒന്ന് കേട്ടു സാറേ. അതുപോലെ തന്നെ MM ഹസൻ എവിടുന്നാ പാസ്സായത്? എന്തായാലും താങ്കൾ ഈ തൽക്കാലം ഈ മറ്റു ആരുടെയെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ ഇതോ അല്ല നമ്മുടെ വിഷയം. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയമാണ് എടുക്കുന്നത്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഏത് തരത്തിലുള്ള അഭിപ്രായം വേണമെങ്കിലും, മാന്യമായ ഏത് അഭിപ്രായം വേണമെങ്കിലും പറയാം. പക്ഷേ ആ ഒരു വിഷയം പറയുമ്പോൾ അതിനോട് ബന്ധമില്ലാത്ത മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നത് തൽക്കാലം നമ്മുടെ ഈ സമയപരിമിതി കൊണ്ട് നമുക്ക് അനുവദിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അടുത്ത പ്രേക്ഷകനെത്തുന്നത് ഉമ്മറാണ്, കോഴിക്കോട് നിന്നും. ശ്രീ ഉമ്മർ, ആർഷോയുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദം താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആർഷോയുടെ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിൽ ആർഷോ തന്നെ അതിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരീക്ഷ എഴുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ എഴുതാത്ത പരീക്ഷയിൽ ഞാൻ എങ്ങനെയാണ് വിജയിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് കോളേജ് അത് ഫൈനൽ ചെക്ക് ചെയ്തു, ആർഷോ ഫീസ് പോലും അടച്ചിട്ടില്ല എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ പിന്നീട് അടച്ചില്ല എന്ന് പറഞ്ഞു. അത് കോളേജ് അതിന് ടെക്നിക്കൽ എററും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത്.
അത് വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കോളേജും പറഞ്ഞു. എന്നിട്ടും വളരെ കൃത്യമായി SFI എന്ന് പറയുന്ന സംഘടനയെ തകർക്കാനുള്ള നിരന്തരമായ ശ്രമമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമൽ ജ്യോതി നിങ്ങൾ പറഞ്ഞു വിഷയത്തിൽ ഡൈവേർട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അമൽ ജ്യോതിയിലുണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് ഏറ്റെടുത്തിട്ടുള്ളത്? എന്തായാലും ന്യൂസ് 18 ആ വിഷയം നിരന്തരം ലൈവ് അടക്കം കൊടുക്കുകയും നിരന്തരം വാർത്തകൾ ആ വിഷയത്തിൽ ചർച്ചകളടക്കം നിർത്തുകയും എല്ലാം ചെയ്തതാണ്. അമൽജ്യോതി വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ശരിയായ സ്റ്റാൻഡ്, ശക്തമായ സ്റ്റാൻഡ് തന്നെയാണ്. ഏതെങ്കിലും വാർത്തയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാർത്തയ്ക്ക് ആ തരത്തിൽ പ്രാധാന്യം നൽകിയത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, കേരളത്തിൽ ഇങ്ങനെ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിവാദത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പരമ്പരയായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെ മാനസികമായിട്ട് തകർക്കുന്നതിനുള്ള ഗൂഢശ്രമമാണ് ഇതിന്റെ പിന്നിൽ. ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ, എന്തെങ്കിലും അന്തരീക്ഷത്തിൽ നിന്നും പുകമുറ ഉണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒന്ന് വാസ്തവമില്ലാത്ത വസ്തുതകൾ ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഉള്ളവർ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഈ വലിയ താങ്കൾ ഈ പറയുമ്പോൾ കഥകൾ എന്ന് പറയുമ്പോൾ ഈ കഥകൾ ഉണ്ടാവാനുള്ള കാരണം യൂണിവേഴ്സിറ്റിയുടെ കോളേജിന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു മാർക്ക് ലിസ്റ്റ് വന്നു. അങ്ങനെ ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായിട്ട് 2-3 മാസം മാർച്ചിലെങ്ങാണ്ട് വന്ന റിസൾട്ടാണ് അത്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നത് ഈ സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്നവരുടെ പിഴവ് കൂടിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് ആർഷോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണോ ബന്ധപ്പെട്ട മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ വസ്തുത അന്വേഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആർഷോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം പറയത്തില്ല ഞാൻ പരീക്ഷ എഴുതിയെന്ന്. ഇത്രയും കള്ളത്തരം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പരീക്ഷ എഴുതിയതെന്ന് പറഞ്ഞാൽ പോരെ? അദ്ദേഹം പരീക്ഷ എഴുതിയില്ലെന്ന് പറയുമോ? പറഞ്ഞ വാദങ്ങൾ ശരിയാണ്. ഇന്നും അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ കോളേജ് പ്രിൻസിപ്പൽ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തു പൂർണ്ണമായും. തീർച്ചയായും ഇത് ഇപ്പൊ മനഃപൂർവ്വം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢശ്രമം മാത്രമേ ഉള്ളൂ. ധാരാളം കിംവദന്തികൾ ഡെയിലി വരുന്നുണ്ട്. ഈ ശ്രമം എന്നൊക്കെ പറയുമ്പോൾ ആ ശ്രമത്തിന് കൊണ്ട് വടി വെച്ചു കൊടുത്തത് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരുടെ പിടിപ്പുകേടും ഒക്കെ കൂടിയല്ലേ? തീർച്ചയായിട്ടും സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കൾ കറകളഞ്ഞ സംശുദ്ധമായിട്ട് സംശയത്തിന് അതീതമായിരിക്കണം. അതിൽ വിദ്യാർത്ഥി നേതാക്കളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ വസ്തുത മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആർഷോ അതിൽ നിരപരാധിയാണ്. അതിന്റെ അന്വേഷണം നടക്കട്ടെ. ആരാണോ അതിന്റെ ഉത്തരവാദികൾ അവർക്ക് കൂടി പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഈ വിവാദമൊക്കെ കണ്ടു കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരു എഴുതാത്ത പരീക്ഷയിൽ ഒരു മാർക്ക് ലിസ്റ്റ് നമ്മൾ കണ്ടു. അതിൽ സബ്ജക്ട് എഴുതിയിട്ടില്ല 0. അപ്പൊ ഇന്നലത്തെ ഹെഡിങ് മുഴുവൻ 0 മാർക്ക് കിട്ടിയ ആൾ ജയിച്ചു. അപ്പൊ ഈ എഴുതാത്ത പരീക്ഷയില് SFIയുടെ അതിലെ ആ മാർക്ക് ലിസ്റ്റിലെ SFIയുടെ ഈ പറഞ്ഞ നേതാവിന്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളിത് ആലോചിക്കേണ്ടത് എന്തായിരുന്നു? പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പേര് മാർക്ക് ലിസ്റ്റിനകത്ത് അങ്ങനെ പേരുണ്ടായിരുന്നു. പിന്നീടാണ് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള പേര് അതിലുണ്ടായിരുന്നില്ല. വരുന്നത് ആർഷോയുടെ പേര് PM ആർഷോ എന്ന പേരും ആ PM ആർഷോയുടെ പരീക്ഷയുടെ നേരെ 0 മാർക്കെന്നും അതിനുശേഷം പാസ് എന്നുള്ളതും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. കുട്ടിക്ക് അതായത് ആർഷോ പറഞ്ഞു, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർഷോ പറഞ്ഞത് ആ കോളേജിലെ ഒരു കുട്ടിക്ക് റീവാലുവേഷനിൽ 30 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയെ പറ്റി ഇതേവരെ ഒരു ചർച്ചയിലും ഒന്നും വന്നിട്ടില്ല. അതും ഇതിന്റെ കാരണമായിട്ടാണ് ആർഷോ പറഞ്ഞത്. അപ്പൊ ആർഷോ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അതായത് ആ കുട്ടിക്ക് എതിരെ പറഞ്ഞു ആ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ HOD, പ്രിൻസിപ്പാള്, KSക്കാര്, പിന്നെ ഈ സാധനം ചോർത്തി കിട്ടിയ മാധ്യമങ്ങൾക്കാണ്. ആ മാധ്യമങ്ങൾ അത് എടുത്ത് കാണിച്ചു 0 കിട്ടിയ ആള് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ അത് ആർക്കെതിരെ, അതും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ അത് നൽകില്ലേ? അത് മാധ്യമങ്ങളുടെ പിഴവല്ലല്ലോ, അത് കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലല്ലേ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്? ഇതുകൊണ്ട് ഗുണം ആർഷോനാണോ അത് മറ്റൊരാൾക്കാണോ ഗുണം? ഈ പറഞ്ഞ സാധനം കൊണ്ട് ആർഷോനെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ്. പറഞ്ഞ സാധനം കൊണ്ട് ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില പിഴവുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ? ഈ കാര്യത്തില് ആർഷോനെ ന്യായീകരിക്കാനുള്ള സംഗതികൾ ഇതിലുണ്ട്. അത് നോക്കി കണ്ട് ചെയ്യണം. ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ വാർത്തയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. ആർഷോ പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് വാർത്ത. നേരത്തെ ഞങ്ങൾ ചർച്ചയിലും അത് തന്നെയാണ് പറഞ്ഞത്. ആർഷോ പറഞ്ഞത് ഈ നിലവിൽ പ്രിൻസിപ്പലും കോളേജ് അധികൃതരും അംഗീകരിച്ചിരിക്കുകയാണ്. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പിഴവ് ഉണ്ടായത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ പിഴവല്ല, അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പിഴവ് തന്നെയാണ്. അങ്ങനെ പിഴവൊക്കെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നത് കൂടിയുണ്ട്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്.
അപ്പൊ ഇന്നത്തെ വാർത്തയില് ഒരു ഏകദേശം നല്ലൊരു സമയം നമ്മളെ VD സതീശൻ സാറിനാണ് കൊടുത്തത്, ഒരു 3/4 മണിക്കൂർ. അതായിക്കോട്ടെ, അങ്ങനെ ലോകം സമയം കൊടുക്കണ്ടേ? അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ സ്വരവും എല്ലാവരുടെയും സ്വരം കേൾപ്പിക്കുക എന്നുള്ളതാണല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ലോകം മുഴുവൻ അറിയണം, നമ്മളെ നല്ല ന്യൂസ് 18 ചാനലിൽ കൊടുത്തും ചെയ്തു. അപ്പൊ അത് വളരെ നല്ലതാ. അതൊന്നും ചെലവാവില്ല സാറേ. അങ്ങനെ ചെലവാക്കാൻ മനക്കറണ്ട കേട്ടോ. അതിനൊന്നും അങ്ങനെ ഒരു നമുക്ക് ഏത് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നതിന്റെ പ്രാധാന്യത്തിൽ തന്നെ നമുക്ക് വാർത്തകൾ നൽകേണ്ടി വരും. അത് ഇനിയായാലും നമുക്ക് അവർ പറയുന്നതിലെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ ഗുണനിലവാരം തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. അവർക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനായാലും മറ്റു പാർട്ടികൾക്കായാലും ഭരണപക്ഷത്തിനായാലും പറയുന്നത് നൽകുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമ തന്നെയാണ്. അതുകൊണ്ട് അവർ പറയുന്നത് നൽകുക തന്നെ ചെയ്യും. അതിൽ നൽകാതിരിക്കാൻ നമുക്കാവില്ല തൽക്കാലം. മറ്റൊരു പ്രേക്ഷകരുണ്ട്, സുനിൽ വാര്യറാണ്. ശ്രീ സുനിൽ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. ഈ ഒരു കാര്യത്തില് ചെയ്യേണ്ടതെന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും എവിടെയാണ് പാളിച്ചകൾ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ആധികാരികമായിട്ടും നിഷ്പക്ഷമായിട്ടുള്ളൊരു അന്വേഷണം തന്നെ ഉണ്ടാവണം. ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കുറെ കാലമായിട്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് അതിന്റെ നിലവാരം എന്താണെന്നുള്ളത് നമ്മൾ നിയമസഭയെ കണ്ടുവാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നതൊക്കെ. അപ്പൊ പിന്നെ അതിന്റെ നിലവാരം എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും, അതാണ് പറയാനുള്ളത്. നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ എന്താണ് നിജസ്ഥിതി എന്നത് പുറത്തു വരണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. മറ്റ് പ്രേക്ഷകരിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. PM ആർഷോയുടെയും മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അൻവറാണ് അബുദാബിയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ അൻവർ, താങ്കൾ കേരളത്തിൽ നടക്കുന്ന ഈ വാർത്തകളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇത് എല്ലാം ഇതിന്റെ വ്യക്തമായ സത്യസന്ധമായ കാര്യങ്ങളെന്ന് പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞു. PM ആർഷോ ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്നും ഇത് സാങ്കേതിക പിഴവാണ് എന്നും ഒക്കെ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിൽ ഇപ്പോ അറിഞ്ഞു കാര്യങ്ങൾ വ്യക്തമായി. എന്നിട്ട് നിങ്ങൾ ഇത് ഈ രൂപത്തിൽ വീണ്ടും വിവാദമാക്കി ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾ വിവാദമാക്കി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടാവും. അതുകൊണ്ടാണ് പൊതുവേദി ഈ വിഷയം എടുത്തത്. അതിൽ താങ്കളുടെ നിലപാട് താങ്കൾക്ക് പറയാം. വാദങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്നതാണല്ലോ സത്യം. കാരണം വെച്ചാൽ ഇന്നിപ്പോ പ്രിൻസിപ്പൽ അടക്കം അത് പറഞ്ഞു, നിങ്ങൾക്കും അതിന്റെ സത്യാവസ്ഥ ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഈ വീണ്ടും കഴമ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഇതാണ് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങൾക്ക് അത് ബോധ്യമായിട്ടില്ലേ കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തായാലും കേരളത്തിലെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടെ ഉണ്ട്. ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ CPM-ന്റെ കാടത്തത്തെ പറ്റി പറയുന്നവർ എത്ര ജഡ്ജിമാർ, എത്ര പത്രക്കാര്, ഈ കള്ളപ്പേര് പറഞ്ഞ ജോസൂട്ടിമാരൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നുള്ളതാണ്. പിന്നെ ഷഫീർ, ചാമക്കാള, നമ്മുടെ ടോർച്ച് ഒട്ടൊക്കെ ചർച്ച ചെയ്യുന്ന മാതിരി ചർച്ച ചെയ്യാനായിട്ട് CPM-കാർ പഠിച്ചില്ല എന്നും കൂടി ആളോട് പറഞ്ഞു കൊടുത്തല്ലേ, ആ വടകരക്കാരനോടും മറ്റവരോടൊക്കെ. പിന്നെ ഇതിലെ ഒരു ഭാഗം അർഷവും പറഞ്ഞല്ലോ, അതിനൊരു തീരുമാനമാവട്ടെ. നിങ്ങളെ മരിച്ച കുട്ടിനെ പറ്റി എന്താ ചർച്ച ചെയ്യാത്തത്? ഇതിനാണ് സീരിയസ് അതല്ലേ? മരിച്ച കുട്ടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം താങ്കൾ ചാനൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും ഇന്നുമെല്ലാം വളരെ വിശദമായി തന്നെയാണ്, മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചും അത്തരം ആരോപണങ്ങൾ ഉള്ളപ്പോഴും ഞങ്ങൾ അതിശക്തമായി തന്നെയാണ് ആ വിഷയത്തിൽ നിലപാടെടുക്കുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും തുടർച്ചയായി ലൈവ് സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തത്. 3-4 ദിവസം ചർച്ച ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ. ആ സെക്രട്ടേറിയറ്റ് AKG സെന്ററിലെ ബോംബെ എത്ര ദിവസം ചർച്ച ചെയ്തു നിങ്ങൾ? ഓരോ വിഷയവുമായി താങ്കൾ ഇതിന്റെ എല്ലാം എത്ര ദിവസം ചർച്ച ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ കൃത്യമായ കണക്ക് പറയലൊക്കെ പ്രയാസമാവും. എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശ്രീ ജോസഫാണ്. ശ്രീ ജോസഫ്, എന്തായാലും താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം കാണുമല്ലോ, എന്താണത്? ക്ഷമിക്കണം, ജോസഫ് അല്ല, ഉമേഷ്, പാലയിൽ നിന്ന് ഉമേഷ്, താങ്കൾക്ക് പറയാം. സാറേ, ഇപ്പൊ എന്താ പറയണ്ട, അന്ധമായ രാഷ്ട്രീയ സ്നേഹം കൊണ്ടായി ഇപ്പൊ വിളിച്ചവരെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ചാനലുകാരെ കുറ്റപ്പെടുത്തിയും പറയാം. ഇത് പകൽ പോലെ സത്യമായ അത് അർഷയുടെ കാര്യം പോട്ടെ. ഒരു വേറൊരു DYFI-കാരി SFI-കാരി കാണിച്ചതുണ്ടോ? കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായി ഈ എത്രയോ കൊല്ലം ജോലി ചെയ്ത് ശമ്പളം മേടിച്ചു സർക്കാരിനെ. അത് തെറ്റാണെന്ന് പറയും. ഇവരെന്തിനെ ന്യായീകരിക്കുന്നത്? പക്ഷെ ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പാർട്ടി എന്ന് പറയുന്നത് അവശേഷിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാണുന്ന തെറ്റിനെ മുഴുവൻ ന്യായീകരിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനം മുഴുവൻ അവസാനം അധികൃതർ തന്നെ സമ്മതിക്കുകയല്ലേ ചെയ്തത്?
അധികൃതർ തന്നെ സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗത്യന്തരം ഇല്ലാഞ്ഞിട്ടല്ല സാർ ഈ സർട്ടിഫിക്കറ്റ് ഈ പാസ്സായ കാര്യം തന്നെ പറയാം. ഇതിങ്ങനെ വെളിച്ചത്ത് കൊണ്ടൊന്നുമില്ലായിരുന്നെങ്കിൽ ഒന്നാം തരം ഒരു നല്ല ഉന്നത ജോലിയിൽ ഈ പുള്ളിക്കാരൻ കയറിയിരുന്നെ ആരും അറിയില്ല. നാളെ ഈ പുള്ളി തന്നെ പതിച്ചു പറയും, അയ്യോ എനിക്ക് അത് അവിടുന്ന് തെറ്റ് പറ്റിപ്പോട്ടെ, ഞാൻ ജയിച്ചതായിട്ട് ഇതേ പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, അത് തെറ്റാണെന്ന് ഈ പുള്ളി പറയാറുണ്ടോ? ഒരിക്കലും പറയില്ല. ഇത് പിടിക്കപ്പെട്ടോണ്ട് പറയുന്നത് മാത്രമാണ് പിടിക്കപ്പെട്ടോന്ന് പറയാം. ശരി, മറ്റു പ്രശ്നങ്ങളിലൂടെ പോകേണ്ട കായംകുളത്ത് നിന്നും കുമാറാണ്. ശ്രീ കുമാർ, താങ്കൾക്ക് പറയാം. ഹലോ പറയൂ. നിങ്ങളെ പോലത്തെ ഒരു സ്വഭാവമാണ് ഇവർക്ക്. നിങ്ങൾക്ക് 2 കളറില്ലേ, മുമ്പിൽ താടിക്ക് ഒരു കളറ്, സൈഡിലെ കളറ് കറുത്ത കളറ്. നിങ്ങളെ പോലത്തെ ഇരട്ട കള്ളന്മാരാണ് മാർക്സിസ്റ്റുകാര്. അതാ യാങ്കരെ പോലത്തെ കള്ളന്മാരാണ് അവര്. അപ്പൊ ഈ കള്ളന്മാര് നടത്തുന്നു. അതിന്റെ നായകൻ പിണറായി ആണല്ലോ. കാട് ഇളകി വന്നിരിക്കുന്നു, കാട്ടിലെ ജന്തുക്കളെല്ലാം കുഷ്ടി പറിക്കുന്നു. അപ്പൊ ഇത്തരം കള്ളന്മാര് നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഇതിങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. പറഞ്ഞു കഴിഞ്ഞോ താങ്കൾ? പറഞ്ഞു കഴിഞ്ഞു. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു പ്രശ്നമുണ്ട്. കൃഷ്ണകുമാറാണ് കായംകുളത്ത് നിന്നും. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ ഈ ആർഷോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഈ മന്ത്രി തലത്തിൽ മുതലേ മുടിച്ച് കൊണ്ടുവരുന്നിടത്ത് ഇതെല്ലാം കണ്ടും കേട്ടും ശീലമാക്കി പിന്നെ താഴേക്കുള്ളവർ മുഴുവനും ഇത് ആവർത്തിക്കുന്നതിനകത്ത് എന്തോ ആരെ കുറ്റം പറയാനോ സാറേ? ഇത് ആദ്യമേ ഈ മോളിയിരിക്കുന്നവർ ആദ്യം ശുദ്ധത പുലർത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മുതലേ ഇങ്ങോട്ട് ക്രമവിരുദ്ധമായ രീതിയിൽ കൂടെ അക്രമം കൊള്ളയും ഒരു അസത്യമായ രീതിക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. എവിടെ എന്തും കാണിക്കാന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടല്ലേ അവിടെ താഴെയോട്ടുള്ള ആൾക്കാർ ഇത് കണ്ട് പഠിച്ച് അത് പുനഃ ആവർത്തിക്കുന്നു. അപ്പൊ ഇതിന് ഒരു ഇതൊക്കെ ഏറെയൊക്കെ വെളിയിൽ വരുന്ന ഈ ചാനലുകാരുടെ മിടുക്കോടെ വെളിയിൽ വരുന്നു, ജനങ്ങൾ അറിയുന്നു. ഇല്ലെങ്കിൽ അതും അറിയത്തില്ല. ശരി, മറ്റു പ്രശ്നമുണ്ട്. ഷിബിനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഷിബിൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറയൂ. നമ്മൾ ഈ വിഷയത്തിനകത്ത് ഇപ്പോ NICയുടെ സോഫ്റ്റ്വെയറിനാണ് പിഴവ് പറ്റിയെന്ന് പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് ചാനലാർക്കെന്നാ ഇത്ര വലിയ പ്രയാസം? അതിന്റെ വസ്തുത എന്താണെന്ന് ഇപ്പോ പ്രിൻസിപ്പാൾ തന്നെ വ്യക്തമാക്കിയല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ചർച്ച ചെയ്യേണ്ട, ഇങ്ങനെ വിഷയം വന്നാൽ വാർത്ത ചാനൽ എന്നാലേ ഇതിന്റെ ഒരു വസ്തുത മനസ്സിലാക്കണ്ടേ? നമ്മൾ ആ വസ്തുത റിപ്പോർട്ട് ചെയ്തല്ലോ. പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം കൂടെ പറയറോ? പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യമെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതിൽ തന്നെ ആ വിഷയം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇതുപോലെ റിസൾട്ട് മാറി വന്നിട്ടുണ്ട്. 0 ആബ്സെന്റ് സംവിധാനങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പിഴവുകൾ കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NICയുടെ ഭാഗമായ സോഫ്റ്റ്വെയർ അതെല്ലാം എന്ത് കിട്ടിയാലും പിണറായിക്കെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ അല്ലെങ്കിൽ ഇത്തരം പിഴവുകൾ ഉണ്ടാവുന്നുണ്ട്, അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അത് ഈ വാർത്തയുടെ ഭാഗമായി തന്നെ ജനം തിരിച്ചറിഞ്ഞത് കൂടിയാണ്, അല്ലേ? മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശരി, എന്തായാലും പൊതുവേദിയിലേക്ക് അഭിപ്രായം പറയാനായി വിളിച്ച പ്രഷർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ആർഷോ പറഞ്ഞ വാദത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരും പൂർണ്ണമായും തള്ളിക്കളയുന്നവരും ഉണ്ടായിരുന്നു. തികച്ചും വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് പ്രഷർ പ്രകടിപ്പിച്ചത്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയമായി ന്യൂസ് 18 പൊതുവേദി.